നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. മാനസിക അസ്വസ്ഥതയിലായ യുവാവിന് സംരക്ഷണമൊരുക്കി മയ്യനാട് എസ് എസ് സമിതി അഭയകേന്ദ്രം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊല്ലം എസ്.എൻ. കോളേജിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ മാനസിക അസ്വസ്ഥതയോടെ അർദ്ധനഗ്നനായി കഴിയുകയും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്തിരുന്ന ഒഡീഷ സ്വദേശിയായ റവീന്ദർ എന്ന് തിരിച്ചറിഞ്ഞ യുവാവിന് സംരക്ഷണമൊരുക്കി. കൊല്ലം കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സദക്കത്ത് മനുഷ്യാവകാശ പ്രവർത്തകൻ ഷിബു റാവുത്തറിനെ അറിയിച്ചതനുസരിച്ച് മയ്യനാട് എസ് എസ് സമിതി അഭയകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവ്യറിൻ്റെ നിർദ്ദേശപ്രകാരം യുവാവിനെ ഏറ്റെടുക്കുന്നതിനുള്ള അവസരമൊരുക്കുകയായിരുന്നു. ദിവസങ്ങളായി കുളിക്കാതെയും ആവശ്യമായ പരിചരണം ലഭിക്കാതെയും കഴിഞ്ഞതിനാൽ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായിരുന്ന യുവാവിനെ കൊല്ലം കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷരായ എ സദക്കത്ത്, വിൻസി ബൈജു, കൗൺസിലർ അസൈൻ പള്ളിമുക്ക് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഷിബു റാവുത്തർ ഏറ്റുവാങ്ങി കൊല്ലം കോർപ്പറേഷൻ ഡ്രൈവർ പ്രേം പുരുഷിനൊപ്പം ആംബുലൻസിൽ മയ്യനാട് എസ് എസ് സമിതി അഭയകേന്ദ്രത്തിലെത്തിച്ച രവീന്ദറിനെ മയ്യനാട് അഭയകേന്ദ്രം സ്റ്റാഫ് നഴ്സ് അന്നമ്മ അൽഫോൺസ്, ജിനൂസി തോമസ്, MSW അംഗങ്ങളായ അജീഷ ജി നായർ, അനന്തു രാജേന്ദ്രൻ, തോമസ് ജോസ്, അമൃതലാൽ എന്നിവർ സ്വീകരിച്ചു. അഭയകേന്ദ്രത്തിൽ എത്തിച്ച ശേഷം യുവാവിന് പ്രാഥമിക പരിചരണം നൽകി. നീണ്ടു നിന്നിരുന്ന തലമുടിയും താടിയും വെട്ടി വൃത്തിയാക്കുകയും കുളിപ്പിക്കുകയും ശുചീകരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഭക്ഷണവും ആവശ്യമായ ചികിത്സയും മറ്റ് സംരക്ഷണ സൗകര്യങ്ങളും ഒരുക്കി. മാനസിക അസ്വസ്ഥതയോ ഭവനരഹിതാവസ്ഥയോ നേരിടുന്നവരെ അവഗണിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെയും സാമൂഹിക പ്രവർത്തകരെയും അറിയിച്ച് ആവശ്യമായ സംരക്ഷണം ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അഭ്യർത്ഥിച്ചു. മാനുഷിക ഇടപെടലും വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനവും മൂലം ഒരു യുവാവിന് സുരക്ഷിതമായ അഭയവും ചികിത്സയും ലഭ്യമാക്കാൻ കഴിഞ്ഞത് സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.